ഇന്നത്തെ വീഡിയോയിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ടൊരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കറ്റാർവാഴയുടെ ഒരു ഇതളെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം കട്ടിയുള്ള നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയോട് കൂടി തന്നെ ജെല്ലി വേണം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു ഇതൾ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ആ ഒരു അറ്റം വശം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മഞ്ഞ ഭാഗം കാണാം, ഒരു മഞ്ഞക്കറൊക്കെ കാണാം. അത് നല്ലതുപോലെ ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി ആ ഒരു ഭാഗം അങ്ങോട്ട് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലർജി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മഞ്ഞ പോർഷൻ അതൊന്ന് ഒഴിവാക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ജെല്ല് എടുത്തിട്ട് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. നല്ലോണം തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു അതിൻ്റെ ജെല്ല്, ഒരു കറ്റാർവാഴയുടെ ജെല്ല് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയമെങ്കിലും ഈ ഒരു തണുത്ത വെള്ളത്തിൽ നിന്ന് ജെല്ല് ഇട്ട് വെക്കണേ. കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുക. ശേഷം ഈ ഒരു ജെല്ല് മാത്രമായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. അതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ലൂസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 എടുത്തിട്ടുണ്ട്. 2 വൈറ്റമിൻ ഇ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. വൈറ്റമിൻ ഇ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടിയായി കിട്ടണം. നമുക്കൊരു അലോവേര ജെല്ല് സാധാരണ കുറച്ച് കട്ടിയായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചൈന ഗ്രാസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് അങ്ങ് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചൈന ഗ്രാസിന് പകരമായിട്ട് ചിലർ ജലാറ്റിന് അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറൊക്കെ യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഡയറക്റ്റായിട്ട് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അലോവേരയുടെ ആ ഒരു മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ജെല്ലി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്മെല്ലിനൊക്കെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. സ്മെല്ലിനായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു തുള്ളിയോ 2 തുള്ളിയോ അതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു ബോട്ടിൽ എടുക്കുക. ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോട്ടിൽ നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ജെല്ല് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ രാവിലേക്കാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ. പിറ്റേന്ന് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ദിവസം ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്നാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ജെല്ല് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അലോവേരയുടെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്